നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂഎസിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വന്തം. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വ്ലോഗ് തന്നെയാണ്. നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് ഫ്രഷപ്പായി, അല്ല കുളിച്ചില്ല, ഡ്രസ്സ് ജസ്റ്റ് കൈകാലി കഴിയും ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ മാറി ഹോസ്പിറ്റലിൽ പോകണം. ശ്രുതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക്. അതിനുവേണ്ടിയാണ് നമ്മൾ രാവിലെ പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവില്ലേ ശ്രുതി ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കും അല്ലേ നെശു അല്ലേ? നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കും നമുക്ക് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ ഡെയിലി പോകേണ്ടി വരും രാവിലെ. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലൊക്കെയാണ് ശ്രുതി ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പ് ആയിട്ടുണ്ട്. ശ്രുതിയും കൂടി ആണെന്ന് വാശയൊക്കെ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാശ ഇട്ടിട്ടില്ല, ഞാൻ വാശ ഇട്ടട്ടെ. പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാനുള്ള കാര്യം ചെയ്യാം. നമുക്ക് ഫാസ്റ്റായിട്ട് ഓടണം. സമയം ഇപ്പോൾ 6:30 6:45 വണ്ടി ഉള്ളത്. ആ വണ്ടി കിട്ടണല്ലേ ശരിയാവില്ല. ശ്രുതി 6:30 ഇറങ്ങാം. ഞാനപ്പോൾ ഇറങ്ങി കഴിച്ചു. ശ്രുതിയെ കാണുന്നില്ല. ശ്രുതി നടന്നെനിക്ക് ലേറ്റ് ആവും. ആരെയും ഒരുപാട് താഴത്തെത്തണം ഫസ്റ്റ്. എന്നാൽ ബസ്സിന് പിടിച്ച് നിർത്താൻ സമയം ഉണ്ടാവുള്ളൂ. 6:45 ബസ് പോകും. അതുപോലെ താഴ്ത്തണം. അത് കഴിഞ്ഞാൽ 7 മണിക്ക് ബസ്സുള്ളൂ. 7 മണിക്ക് ബസ്സുള്ളൂ. 7:30 ആ ബസ് പോയ സമയത്ത് എത്തൂല. ഇതിന് ഓവർ ലൈറ്റ് ആയിട്ടുള്ള ബസ്സാണ്. ഇതിന് മുന്നേ വണ്ടിയുണ്ട്. ആ വണ്ടി 5 മണിക്കുള്ള വണ്ടിയാണ്. അത് നടക്കൂല. വെളുപ്പിന് 4 മണിക്ക് എണീച്ചിറങ്ങി ഓടണായി. വെളുപ്പിന് 4 മണി 4:30 എണീച്ച് ഓടിയാൽ നമുക്ക് 5-ൻ്റെ ബസ് കിട്ടും. 4 കൊടുത്തില്ല, 4 മണിക്ക് എണീറ്റ് ഓടണം, എന്നാലേ 5-ൻ്റെ ബസ് കിട്ടുള്ളൂ. പക്ഷേ ഉറക്കം കളഞ്ഞ് ഓടാൻ പോയി എത്തുന്നത് രാവിലെ എണീറ്റ് 6 മണിക്കാണ്. അതുകൊണ്ട് 6:45 വണ്ടിക്ക് പോകുന്ന വിചാരിച്ചു. അതിനു വേണ്ടി ഓടുകയാണ്. പക്ഷെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ലേറ്റായി പോയി. ആ പണിയായത് ഈ കാട് പോയി നടക്കാൻ ഇച്ചിരി പാടാണ്. അവിടെ കുറച്ച് കാടടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൂടി കാട് കുത്തിയേക്കുന്നെങ്കിൽ ഇത് സുഖമായിട്ട് നടക്കാണ് വിട്ടത്. ശ്രുതിയെ കാണാമല്ലോ ദൈവമേ. ഞാൻ പകുതി ആവാറായി. കുറച്ചുകൂടി പോയി പകുതിയാവും. അവളോട് വന്നാൽ പെട്ടെന്ന് ഓടായിരുന്നു. ഞാൻ ശ്രുതിയെ കാത്ത ലേറ്റ് ആവണത്. പക്ഷെ എൻ്റെ പിന്നെ എന്തായാലും 6:45 താഴ്ത്തെത്തണം, അല്ലെങ്കിൽ ബസ് പോകും. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ താഴെ പറ്റു ജംഗ്ഷനെത്തി ബസ് പോയി കേസ്. ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് 7:00 തോന്നുന്നു. പോയിരിക്കാം. അടുത്ത ബസ് ഇവിടെ തോന്നാൻ രക്ഷപ്പെട്ട് അതും ലേറ്റായ പണി മാറും. ഞാൻ എന്തായാലും ബസ് സ്റ്റോപ്പിൽ പോയിരിക്കട്ടെ. അടുത്ത ബസ് വരണം. അതിനോട് വെയിറ്റിങ്ങാണ്. ഇവിടെ ഫുള്ള് കമ്മ്യൂണിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേസ്. അവിടെ ഫുള്ളും കമ്മ്യൂണിസ്റ്റിനെ കൂടി കിടക്കുന്നത് എല്ലായിടത്തും. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാം. കുറച്ച് നേരം. ശ്രുതി ലേറ്റായി. രാത്രിക്ക് ബസ്സും പോയി. പാട്ടുകാരല്ല പോയി. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാം. വേറെ വഴിയില്ല. എന്തായാലും ലേറ്റായി. ശ്രുതി വരട്ടെ. നല്ല കേസ് ശ്രുതി വരുന്നുള്ളൂ. നമ്മൾ മഞ്ഞ ഡ്രസ്സ് ഉണ്ടോ നമ്മൾ കാണുന്നുണ്ടോ? ശ്രുതി നടന്നു തന്നെയുള്ളൂ. ലേറ്റായി. ബസ്സിൽ നിന്നും പോയി. പാട്ടുകാരല്ല പോട്ടെ. ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് പോകണം. ശ്രുതി വരട്ടെ. അപ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങാന്ന്. അപ്പോൾ പൊട്ട് വെക്കണം, അത് വെക്കണം. എല്ലാ സമയം തപ്പിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പൊട്ട് വെച്ചാൽ എന്നിട്ടില്ല. പൊട്ടോടെ അത്രയും പൊട്ട് കാണാനില്ല. ഇവിടെ കാണാനില്ല, ഇല്ലാന്ന് പറയുന്നത്. കാണാനില്ലെന്ന് പറ, മനസ്സിലായില്ല. എവിടെ കൊണ്ട് വലിച്ചേരിട്ട് പറ. ശ്രുതിയുടെ പൊട്ടൊന്നും കാണാനില്ല. ശ്രുതി പൊട്ടുണ്ട് കളഞ്ഞില്ല. വീട്ടിലുണ്ട്, പക്ഷെ തപ്പാൻ വയ്യ. അപ്പോൾ നമ്മളിത് തിരിച്ച് ഇങ്ങോട്ട് നടക്കണം. കാരണം ബസ് അവിടെ നിന്ന് വരുന്നത്, ആ റോഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നിർത്തുള്ളൂ. എന്നിട്ട് മഴ മുകളിൽ കൂടെ പോകും. അവിടെ ഇങ്ങോട്ട് നടന്നു വന്ന് മഴ പൊടിയുണ്ട് കേസ്. ഒന്നാമത് പനിയാണ്. ഇടയ്ക്ക് മഴ പൊടിച്ചിട്ട് കൊണ്ട് പനി കൂടാനാണ് ചാൻസ്. അല്ല ശ്രുതി? ആ ശ്രുതി അവിടെ നന്നായിട്ട് പൊടിയുന്നു. ഉടനായിട്ട് കുട പിടിക്കുന്നില്ലല്ലോ. എന്തായാലും അവിടെ നിന്ന് കൊണ്ട് വരും. നമുക്ക് ഇവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതുവഴിയാണ് ബസ് പോകുന്നത്. അതാണ് എല്ലാവരും ഇവിടെ നിൽക്കണത്. അതെ, ഇതുവഴി ഇങ്ങനെ പോകും. ആദ്യം വായി പൊളിച്ച് നിൽക്കുക. ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ടാണ്. അസ് കുലുങ്ങാത്തടുത്ത് നോക്കണേ ബസ് സീറ്റ്. അപ്പോൾ എന്തായാലും പോവാം. സ്റ്റാച്ചു വരെ ഉണ്ട്. തിരുവനന്തപുരം ബസ്. നമ്മൾ തമ്പാനൂരെത്തി ഗൈസ്. ഭയങ്കര പാട്ടിട്ടിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും. നമ്മൾ എന്തായാലും സ്റ്റാൻഡിലെത്തുകയാണ്. എന്തായാലും പോവാം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ സ്റ്റാൻഡിൽ പാട്ട് ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ടക്ടർ ചേച്ചി ഒന്ന് നീങ്ങി നിൽക്കാൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ ഒരു യാത്രക്കാരൻ പുള്ളിക്കാരത്ത് വളരെ മോശമായുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിന് പുള്ളിക്കാരി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കൊടുത്ത്. കാരണം പുള്ളിക്കാരി കയറിയ സമയത്തോട്ട് എല്ലായിടത്തും പറയും. കാരണം രാവിലത്തെ ബസ് നമ്മളവിടെ നിന്നുള്ള എല്ലാ ബസ്സും 4 ബസ്സിനും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പുള്ളിക്കാരി ടിക്കറ്റ് എടുത്ത് നീങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എന്തൊക്കെ വായി തോന്നിയതൊക്കെ വിചാരിച്ചു പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞ് നിങ്ങൾക്കും എന്നെപ്പോലെ ഒരു സഹോദരിയോ പെങ്ങളോ ഉണ്ടാകും.
അപ്പം നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങളെ മാത്രമാണ് പറഞ്ഞത് നിങ്ങളങ്ങനെ സംസാരിക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോവാം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ, അടിപൊളി മഴ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജ് എത്തിയിട്ടില്ല, പോവാം. ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ തുറന്നു, അതെന്തായാലും ഒരു ഭാഗ്യമായി. ഇനി ആഞ്ഞൊന്ന് നടക്കുക, ഇല്ല ആർജേ, ആഞ്ഞ് നടക്കുക. ഇനി നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരാളെയും കൂടി കാണാനുണ്ട് ഇവിടെ തന്നെ, മെഡിക്കലിൽ തന്നെ. അത് പോയി കാണാം. ചേട്ടന് വയ്യാന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് ചേട്ടനാ. അപ്പോൾ കഴിച്ചിട്ട് പോയിട്ട് നമുക്ക് ഒന്നും കൂടി വന്ന് കാണാം. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇപ്പോഴത്തെ കുണ്ടും കുഴിയും കാരണം എല്ലാം കുലുക്കം പോലെയാണ്. എന്തായാലും നമുക്ക് പോവാം. എന്തായാലും ഇനി വീട്ടിൽ പോവാം. നെടുമങ്ങാട് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും പരുത്തിക്കുഴി ബസ് കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും നേരെ നമുക്ക് വീട്ടിൽ പോകാം. പിന്നെ ഇവിടെ എത്തി, നെടുമങ്ങാട് എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പരുത്തിക്കുഴി ബസ് കയറി പോകണം. പച്ചക്കറി വാങ്ങാൻ പൈസയൊന്നും ഇല്ല ബേബി, വാ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ വന്നത് എന്തായാലും നന്നായി. ഇനി പരുത്തിക്കുഴി ബസ് ഇപ്പം മണി ഉണ്ടോ നോക്കട്ടെ, എന്തൊന്നുണ്ടെങ്കിൽ പോവാം. പരുത്തിക്കുഴി ബസ് കയറി ഉണ്ണിക്കുട്ടയുണ്ട്, അസ്ത അവിടെ ഇരിക്കുന്നത്, ഉണ്ണിക്കുട്ടൻ നിറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നേരെ പരുത്തിക്കുഴി, കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് ബസ് വന്നത്. അതിന് നമ്മൾ പരുത്തിക്കുഴി എത്തി, ചേച്ചി മാമിയും എല്ലാവരും ഉണ്ട്. കണ്ണാപ്പി കണ്ണാപ്പി സ്കൂൾ തുറക്കാൻ നേരത്ത് നാളെ ബർത്ത്ഡേ, പുതിയ ഡ്രസ്സൊക്കെയാണ്, ചെരുപ്പൊക്കെ വാങ്ങിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് പോകാൻ നേരെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. നമ്മളങ്ങനെ നടന്ന് ഇവിടെ എത്തി. നിന്റെ അമ്മാമ്മ കടവ് തുറക്കാൻ പിളാപ്പാട് വരെയാണ്. തക്കുടു മഴ നനഞ്ഞേട്ടാ, പുറത്തായിരുന്നു. തക്കുടേ എന്തൊരു വിളിയടാ. അകത്തല്ലാന്ന് പറഞ്ഞു ചേച്ചി, പുറത്താന്ന് പറഞ്ഞു. കുളിപ്പിച്ചിട്ട് പുറത്ത് കെട്ടിക്കാന്ന് പറഞ്ഞേ. ചേട്ടാ ഇല്ല. തക്കുടു നനഞ്ഞാടാ, ചെളിയായോ? കുളിപ്പിച്ച് സെറ്റാക്കണം. പാവം കൊച്ച് നനഞ്ഞാലുമ്പനെ. അയ്യോ മഴ നനഞ്ഞേട്ടാ. ഇനിയിപ്പോ ഒന്നും കൂടി കുളിക്കാം, കുഴപ്പമില്ല. കൊണ്ടുപോവാന്ന് പോയി, അവിടെ നിന്നോ. എന്തായാലും നനഞ്ഞ പിണ്ടിയായി, ചെളിയായി. നീ കുളിപ്പിക്ക്, നമ്മളെന്തായാലും പോട്ടെ. നടന്ന് നമ്മൾ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ എത്തി. റബ്ബർ തോട്ടം കഴിഞ്ഞാൽ നമ്മളെ വീടായി. പറയിലൊക്കെ നോക്കി നടന്നില്ലെങ്കിലേ ആട്ട ജോഡിയാണ് ഉണ്ടാവും. അതിനൊക്കെ ചവിട്ടി ചമ്മന്തി ആക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചൊറിച്ചിലും കാര്യം വരും. പയണി ചക്കയൊക്കെ വീഴുന്ന കാരണം ഭയങ്കര അട്ടശല്യമാണ്, പുഴു ഒക്കെ ഉണ്ട്, ആട്ടാൻ പുഴുവൊക്കെ ഉണ്ട്. അത് കാരണമാണ് ഞാനെന്തായാലും വീട്ടിൽ പോവാം. നടന്ന് നമ്മുടെ വീട് എത്താറായിരിക്കുന്നു. ഇനി നേരെ പോവാ, തുണി അലക്കുക, കുളിക്കുക അല്ലേ, എന്നിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കുക, മുകളിൽ കയറി പോവുക എന്നൊക്കെ ഇന്നത്തെ പരിപാടികൾ. താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് പിള്ളേർ വിളിച്ചിട്ടുണ്ട്, നോക്കാം അല്ലേ. യാത്ര ചെയ്യാനുള്ള വൈബൊന്നും ഇപ്പം എനിക്കില്ല ഗൈസ്. എവിടെയെങ്കിലും ചത്തടഞ്ഞിരിക്കാനാണ് വൈബ്. അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുന്നു. പിന്നെ വീർത്ത് കുളിച്ച് ഒരു വഴിയായി പോയി ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് കുളിച്ച് പ്രശ്നമാവട്ടെ കേസ്. അലക്കി കുളിച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ ആ പരിപാടി കൊണ്ട് തുറന്നു. പിന്നെ നമുക്ക് ബാക്കിയുള്ളവരെ ചെയ്യാം. പിന്നെ നമുക്ക് അതിൽ വന്നപ്പോൾ ഒരു പൊതിച്ചോറ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കഴിക്കാം ഉച്ചത്തെ ഫുഡായിട്ട്. പിന്നെ രാത്രിക്ക് എന്തെങ്കിലും ആ സമയത്ത് ചെയ്യാൻ തട്ടി കൂട്ടാം. കുറച്ച് മാവ് ബാക്കി ഇരിപ്പുണ്ട്, നമുക്കത് വെച്ച് ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിക്കാം. അല്ലേ ശ്രുതി? അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിപ്പോയി കുളിച്ച് പ്രശ്നം നടക്കാൻ ചെയ്യാം. ശ്രുതി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാണ്. പോയി ഫ്രഷപ്പായിട്ട് കൂടിയിടാം. മഴയൊക്കെ പെയ്ത് പോയതുകൊണ്ട് തണുപ്പുണ്ട് അന്തരീക്ഷത്തിൽ, എന്നാലും ചൂട് നടന്നിരുന്നെങ്കിൽ തളർന്നു പോകും നമ്മൾ. തുണിയൊക്കെ അലക്കി എല്ലാം പുറത്ത് വെച്ചിരുന്ന കൈസ്. അപ്പോഴത്തേക്ക് മഴ പെയ്തു. എന്റെ ജട്ടി താഴെ ഇങ്ങനെ കണ്ണം തിരു കാണിക്കല്ലേ.
ആ ഇനി കയ്യിലുള്ള ബാക്കിയുള്ളത് വിരിക്ക്. നോക്കി കൈ കഴുകാനുള്ള വെള്ളം. ഇതൊക്കെയാണ് ആർജല പരിപാടി. എന്നിട്ട് വേണം മുകളിലോട്ടൊന്ന് കയറി പോകാൻ. എന്തായാലും മഴയും പെയ്യും, നോക്കാം. അതെ ഗൈസ്, വീണ്ടും മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ നല്ല ഉണക്കാത്തുണ്ട്. സ്ഥലമില്ല, ബാക്കിയുള്ള ഷെഡൊക്കെ അകത്തിട്ട്, കാരണം പുറത്തിരിക്കാൻ സ്ഥലമില്ല. പിന്നെ ഷെഡ് കിടന്ന് ഉണങ്ങിയിട്ട് നല്ലതല്ലേ, അണ്ടർ ആംസ് പെട്ടെന്ന് ഉണങ്ങി കിട്ടണം. അതുകൊണ്ട് അത് അകത്തിട്ട് എന്തായാലും ഇനി ഭക്ഷണക്കാളെ കളി ചെയ്യാം. അപ്പോൾ ഭക്ഷണക്കാളെ കളി ചെയ്യാം ഗൈസ്. കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ ശ്രദ്ധി. ഞാനിപ്പോൾ ചൂട് ആയിക്കോട്ടെ, എനിക്ക് വേണ്ടിയിട്ട്. നീ കുടിക്കൂല അപ്പോൾ? ഓഹോ, സൂര്യ ദർശനം കുടിക്കൂല. നിനക്ക് ചൂടോളം ഇഷ്ടമുണ്ടെന്ന് പറ്റി? എന്നാലും വെള്ളം കെറ്റിൽ വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. നമുക്ക് ഭക്ഷണം വെള്ളം വേണമല്ല. കഴിക്കാൻ വന്നപ്പോഴേക്കും സാധനം വലിച്ചെടുത്തേക്കാൻ ശ്രദ്ധി. തേങ്ങ ഇതൊക്കെ ഒതുക്കി വെക്കാൻ ഭക്ഷണം കഴിക്കാൻ പറ്റും. ആ പടം 4-3-2 ഷെഡിലുള്ളൂ. അത് തപ്പിയെടുക്കുന്ന സമയമോ? ആ പിന്നെ 2 ഷെഡ് തപ്പിയെടുക്കുന്ന സമയം. എന്തോ പറഞ്ഞ കുറെ ഷെഡ് ഉണ്ട്, കളർ തപ്പിയെടുത്തോണ്ടിരിക്കുന്ന പോലെയാണ് പറയണത്. ആ പേസ്റ്റൊക്കെ മാറ്റി തുടങ്ങി ഭക്ഷണിക്കാൻ വേണ്ടി പോകണം. മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഭക്ഷണിക്കാറ്. സ്റ്റുഡിയോ എന്തോ ഈ ഫേസ്ബുക്കിലുള്ള പടം വരുമ്പോൾ കാണുന്ന കാര്യത്തിലാണ്. പടമല്ല, ഒരു 1/2 മണിക്കൂർ 20 മണിക്കൂറുള്ള ചെറിയ ചെറിയ കോമഡി. അപ്പം അത് കാണാൻ വേണ്ടി നിൽക്കാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. എടുക്ക്, തുറക്ക്, എടുത്ത് തുറക്ക്. അടിപൊളി മഞ്ഞും നല്ല കോടയൊക്കെ ഇറങ്ങി എല്ലായിടത്തും പുക പോലെയായി. ഫോണിൽ എത്രത്തോളം കാണുമെന്ന് പറഞ്ഞുകൂടാ. ഭയങ്കര മഴയാണ്. ആദ്യപ്പോഴത്തേക്കും പനിയൊക്കെ അല്ലേ, ആദ്യപ്പോയി കിടന്നു. അതിലേക്ക് നല്ല എന്താ പനിക്കുന്നുണ്ട്. മെഡിസിനൊക്കെ കഴിച്ച് സുഖം, ഉറക്കമാണ്. നല്ല അടിപൊളി ഉറക്കം. എന്തായാലും ഉറങ്ങട്ടെ. എന്തായാലും ഉറങ്ങി എഴുന്നേറ്റിട്ട് മുകളിലോട്ട് കയറി പോവാം. ഇതുവരെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ കുറച്ചുകൊണ്ട് മുകളിൽ പോകുന്ന വെച്ച് കിടന്നുറങ്ങി പോയിട്ട് ഇത്ര നേരത്തെ പോയി. ഞാൻ എണീറ്റപ്പോഴേക്കും ശ്രുതി എണീറ്റപ്പോൾ ലേറ്റായി. സമയം ഏകദേശം 6:40 ഇപ്പോഴാണ് മുകളിൽ കയറി ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന്. 45 6:45. അപ്പോൾ ശരിയാണ്. ഇനിയിപ്പോൾ നാളെ നേരത്തെ ഉറങ്ങാം, എനിക്ക് ഓടണം. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു തരണം, മനസ്സിലായില്ല? മുകളിൽ കഥയും പറഞ്ഞ് എനിക്കൊണ്ട് ഒരു പരിധിയുണ്ട്. വന്നിട്ട് വേണം മാവ് ഉണ്ടല്ലോ. അവിടെ പോകുമ്പോൾ നല്ല വായ അടക്കാൻ വയ്യ അല്ലേ? എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. വാ 6:45. പുറത്തൊക്കെ ഇരുട്ടാവുന്നു കേട്ടോ. സാധാരണ ഇത്രയും പെട്ടെന്ന് ഇരുട്ടാവുന്ന സ്ഥലമാണ്. ആ ഉണ്ട്. എൻ്റെ കണ്ണാടി മഴ ഉള്ളതിൻ്റെ സാധനം പെട്ടെന്ന് ഇരുട്ടുന്നതാണ്. പക്ഷേ ഇന്ന് ഇവിടുത്തെ മരങ്ങളൊക്കെ പോയ ശേഷം പെട്ടെന്ന് ഇരുട്ട് ഫീൽ ആവണല്ലോ ഇവിടെ നിന്ന്. അല്ലെങ്കിലും ഇരുട്ട് ഇന്ന് കുറവാണല്ലേ ശ്രുതി? ഇന്ന് പകല് കൂടുതലാണല്ലേ? സാധാരണ ഈ സമയത്ത് ഇരുട്ടാവണത് 5:45 വയ്ക്കും. 5:45 6:45 വയ്ക്കും. ഇതിപ്പോൾ 6:45 ഇന്ന്. ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതേ പോവാണ്. അങ്ങനെയുള്ള നമുക്ക് കയറി പോവാം. നമ്മൾ തിരിച്ചു പോയി ഇരുട്ടാവില്ല. അപ്പോൾ ടോർച്ച് പോകാമല്ലോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വീണ്ടും. അപ്പോൾ നമുക്ക് പോട്ടെ പീസ്. പിന്നെ ശരിയാവില്ല. അവിടെ പന്നി പോകണം പീസ്. അവിടെ ആയിട്ട് പന്നി പോയി. ശ്രുതി ഫസ്റ്റ് പോകണം. നമുക്കെന്തായാലും കുറച്ചേരം ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാം. പിന്നെ മഴയൊക്കെ നമ്മൾ താഴത്തിറങ്ങാത്ത താഴത്ത് പ്രത്യേകിച്ച് ഇരുട്ടാവുമ്പോഴേക്കും മഴയൊക്കെ പണിയാവും. ശ്രുതി അവിടെ നമ്മൾ പോകണല്ലോ താഴത്തേക്ക്. അതെങ്ങനെ? അതാണ് മഴയായിട്ട് മടിയാണ്. ഇവിടെ അടുത്തല്ലേ, ഇവിടെ വീട്ടിലേക്ക് ഇറങ്ങാതെ പോകണമല്ലോ. നമ്മൾ തിരിച്ച് പോകണം. ശ്രുതിയെ കാണുന്നില്ലല്ലോ. ആ ടോർച്ച് അടിച്ച് ശ്രുതി നിൽക്കുന്നു ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സംഭവിച്ചാൽ ലേറ്റാക്കിയത് ശ്രുതി കേട്ടോ, ഞാനല്ല. പോകാമെന്നുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് TV-യിൽ കാർട്ടൂൺ കണ്ട് ലേറ്റാക്കിയാണ്. എന്താണ് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്നിട്ട് രാത്രി 10 മണി നടക്കേണ്ട ആവശ്യമില്ല. രാവിലെ 5 മണിക്ക് കഴിച്ച് പോകണം ഹോസ്പിറ്റലിലേക്ക് നാളെ. ആ കാണാം പോണത് കേട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ശ്രുതി നോക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ദോശ മാവാക്കിയിട്ടുണ്ട്. അത് മിക്കവാറും പൊളിച്ചെടുത്ത് കളയേണ്ട അവസ്ഥ നാളെ ആകുമ്പോൾ. അതുകൊണ്ട് പിന്നെ അതെടുത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് ആദ്യം ദേഷ്യമായിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. ദേഷ്യത്തോടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നത്. നീ വേണമെങ്കിൽ ചമ്മന്തി അരച്ചു വന്നുകൊണ്ട് നമ്മൾ ദോശ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ ചമ്മന്തി കളി ചെയ്യട്ടെ ഗൈസ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ 2 കൂടി ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് കുറച്ച് 2 കൂടി ഷെയർ ചെയ്ത് കഴിച്ചത്.
എനിക്ക് വിശപ്പുണ്ട്, അവസരം വിശപ്പില്ലാന്ന് പറയുന്നു. മടിയാറിനോ വിശപ്പില്ലാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. നേരത്തെ എനിക്ക് തന്ന ഫുഡാണ്, എനിക്ക് നല്ല വിശപ്പാണ്, ഇപ്പോൾ പഴയ പോലെ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. എനിക്ക് ശ്രുതിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് വേണം. ഒരു 3 ദോശ ഉണ്ടാക്കി ചമ്മന്തി അരിക്കാൻ വേണ്ടി കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചമ്മന്തിക്കുള്ള സാധനം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു 2-3 കശുവണ്ടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഇട്ട് തേങ്ങ, മുളക് പൊടി, ഉപ്പ് കാര്യം ഇട്ടിട്ടുണ്ട്. പച്ചമുളകൊന്നുമില്ല, പച്ചക്കറി വാങ്ങിച്ചിട്ട് കുറച്ച് ആയല്ല. അപ്പോൾ ഇനി പൈസ പച്ചക്കറി വാങ്ങിച്ച് കൊട്ട കൊടുത്തേക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ട് സെറ്റാക്കി എടുക്കണം. അത് ശരിയാവില്ല. എൻ്റെ നമുക്ക് ചമ്മന്തി അരച്ച് എന്തെങ്കിലും കഴിക്കാൻ തരും. പെട്ടെന്നുണ്ടാകട്ടെ. വീട്ടിൽ കുടിക്കാൻ ചൂടും വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അരയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് കുത്തിയിട്ട് മിക്സ് കുത്തിയിട്ട് അരയ്ക്കാനായിട്ട്. കാരണം ഒരു പവർ പ്ലഗ് നമുക്ക് ഇവിടെ ഉള്ളൂ മതി. അപ്പോൾ അത് തീർന്നിട്ട് നമുക്ക് കുത്താമല്ലോ. പിന്നെ അതിനോട് വെയിറ്റിങ്ങാണ്. പിന്നെ ദോശമാവിൽ ഒരു മുട്ട ഉണ്ടായിരുന്നത് ഒടിച്ചിട്ടുണ്ട്, ചാട് പൊട്ടിയിട്ടുണ്ടായത് കൊണ്ട് തന്നെ കളയാൻ പറ്റില്ല, കേടായി പോകണ്ടിരുന്നാൽ. അതുകൊണ്ട് അത് പൊട്ടിച്ചാൽ തോന്നിച്ചു. വെറുതെ കളയണ്ടല്ലോ, കഴിച്ചത് അത്ര ആയില്ലേ. ഓക്കെ, ഞാനൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. ആണോ, അതോടെ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ദോശയും കൂടെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ്. രാവിലെ നേരത്തെ നിൽക്കുന്ന സമയം കൊണ്ട് ഇത്ര ലേറ്റായി. ഇപ്പോൾ സമയം എത്ര മണിയായി? 9:50 10 മണിയായി. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിയാൽ രാവിലെ നേരത്തെ നിൽക്കാൻ പറ്റുള്ളൂ. ശ്രുതി ഇപ്പോൾ ഫ്ലാസ്കിൽ വെള്ളമാക്കുന്നത് എനിക്ക് രാവിലെ കുടിക്കാൻ വേണ്ടിയാണ്. രാത്രി ഉറക്കത്തിലേക്ക് വെള്ളം കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ ചൂടുവെള്ളം വേണം. എനിക്ക് ചുമ കാരണം ഇപ്പോൾ ചൂടുവെള്ളം കുടിക്കണം ഡെയിലി. ഫ്ലാസ്ക് വാങ്ങിക്കണം. ഇത് ചൂട് നിൽക്കില്ല. ഇത് നമുക്ക് ഫ്രീ കിട്ടിയ ഫ്ലാസ്ക്കാണ്. ഇത് ചൂട് നിൽക്കൂല പെട്ടെന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ തന്നു ശ്രുതിക്ക്. അത് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ, പൈസ വാങ്ങിച്ചാലല്ലോ. അപ്പോൾ അത് ഫ്രീ തന്നെയാണ്. എന്തായാലും ഫ്ലാസ്ക് ചൂട് നിൽക്കൂല, അത്രേ ഉള്ളൂ. വാ, എന്താണ് ഫ്ലാസ്ക് ചൂടൊക്കെ ഞാൻ എന്തേ പറ്റും? ഇത് അവിടെ പേഷ്യൻസിന് കഞ്ഞി കൊടുക്കുന്ന ഫ്ലാസ്ക്കാണ്, അതുകൊണ്ട് അത് ചൂട് നിൽക്കൂല. കുറച്ച് നേരം നിൽക്കും, അത്രേ ഉള്ളൂ. എന്നാലും കുറച്ച് നേരം നിൽക്കുമല്ലോ, അതാണ് ഗുണം. എന്താണ് കുറ്റം പറയുമ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടില്ല, അതങ്ങനെയാണല്ലോ. കുറ്റമല്ല, സത്യങ്ങളാണ് പറയണത്. അതായത് കുറ്റം അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഒരിക്കലും കുറ്റം പറയണമെന്ന് അത് ചിന്തിക്കാൻ പാടില്ല. എന്തെങ്കിലും കാര്യം കുറിച്ച് പറയുമ്പോൾ സത്യമായിട്ടുള്ള കാര്യം ഓപ്പണായിട്ട് പറയണത് തെറ്റില്ല. അതെ, കുറ്റം പറയാനായിട്ട് പോയിട്ട് അടിയിലായിട്ട് കാര്യമില്ല. കഴിഞ്ഞാ മാവ് കഴിഞ്ഞാ? പിന്നെ വീണ്ടും എണ്ണ വെച്ചത് കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ്. ശ്രുതി എന്തായാലും പോയി കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പോയി ഞാൻ എന്തായാലും ഇത് അരച്ച ചമ്മന്തി ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആർക്കും ചമ്മന്തി ആവശ്യമില്ല, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഭക്ഷണം വെച്ച് ഞാൻ കിടക്കാൻ വേണ്ടി പോവാം. ശ്രുതി കിടക്കാൻ വേണ്ടി പോവാണ്, ഞാൻ ഭക്ഷണം വെച്ചിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ താമസിയാതെ പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം RJ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ്. പിന്നെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാരി വിതറാൻ ശ്രമിക്കുക. പിന്നെ കുറെ പേര് പറഞ്ഞ് മ്യൂസിക് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ് മ്യൂസിക് നിർത്തി കൈസിനും ഒരു മ്യൂസിക് ഇടാതെ ഞാൻ വ്ളോഗ് ചെയ്യാം. കാരണം ആളുകൾക്ക് അറിയാം നമുക്ക് മൈക്കില്ലാത്തതുകൊണ്ട് പറഞ്ഞ് കേൾക്കൂല. അപ്പോൾ പിന്നെ സൗണ്ട് മ്യൂസിക് ചെയ്യുമ്പോൾ കേൾക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. അതിന് പരമായിട്ട് നമ്മൾ മ്യൂസിക് ഒഴിവാക്കി. ഇനി മൈക്ക് വാങ്ങുന്ന കാലത്ത് നമുക്ക് മ്യൂസിക് ഇട്ട് നോക്കി വീഡിയോ ചെയ്യാം. അതായിരിക്കും വ്ളോഗിന് മ്യൂസിക് ഫുള്ളായിട്ട് ഒഴിവാക്കാം ഗൈസ്. പുതിയൊരു വീഡിയോ വരുമ്പോഴേ ബൈ.